നമ്മുടെ രാജ്യത്തെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെട്ടിരുന്ന മനോഹര നഗരമായ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇന്ത്യ ഇതുവരെ മോചിതരായിട്ടില്ല. ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന പഹൽഗാമിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും 2 വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം എത്തിയ 34 നിരപരാധികളെയാണ് പട്ടാളക്കാരുടെ വേഷത്തിൽ എത്തിയ പാക് തീവ്രവാദികൾ പേരും മതവുമെല്ലാം ചോദിച്ച് അറിഞ്ഞതിന് ശേഷം വെറുതെ അങ്ങ് കൊന്നുകളഞ്ഞത്. കാശ്മീരിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഛിന്നഭിന്നമാക്കുവാനും പാക് തീവ്രവാദികൾ നാളുകളായി നടത്തിക്കൊണ്ടിരുന്ന ആസൂത്രണങ്ങൾ തന്നെയാണ് ഈ ആക്രമണത്തിന്റെ പിന്നിലെന്ന് ഉറപ്പായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഉരുത്തിരിഞ്ഞ പ്രത്യേക പദവി നിമിത്തം ശിഥിലമാക്കപ്പെട്ടു പോയ കാശ്മീരിലെ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാനുള്ള ശക്തമായ നീക്കത്തിന്റെ ഭാഗമായി മോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ നിമിത്തം ജമ്മു കാശ്മീരിൽ നിയമസഭയും ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പുകളും നടക്കുന്ന സ്ഥിതിവിശേഷമാണ് സ്ഥാപിതമായത്. ജനാധിപത്യപരമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ആയാലും ജനങ്ങളുടെ ജീവിതം ഒരുപടി മുൻപിൽ എത്തിയത് വഴി കാശ്മീരിൽ സമാധാനത്തിന്റെ നാളുകൾ സംജാതമായി എങ്കിലും അതെല്ലാം കണ്ട് കടുത്ത അസ്വസ്ഥതയോടെ ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കിയത് തീവ്രവാദികളും അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് നടത്തിക്കൊണ്ടുപോകുന്ന പാകിസ്ഥാനും ആയിരുന്നു. കാരണം എല്ലാ കാലത്തും കാശ്മീരിനെ ചൊല്ലിയുള്ള അടിസ്ഥാനമില്ലാത്ത അവകാശവാദങ്ങളുമായിട്ടാണ് പാക് ശക്തികൾ നിലകൊണ്ടിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നാമ്പുറങ്ങളിലെ കാരണം. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ 2019 കാലഘട്ടത്തിൽ ലഷ്കർ-ഇ തോയ്ബയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് സ്ഥാപിതമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയാണ് ഇപ്പോൾ കാശ്മീരിലെ ജനങ്ങൾ തിരികെ പിടിച്ച സൗഭാഗ്യങ്ങളെ എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിൽ 30-ൽ പരം നിരപരാധികളുടെ ജീവൻ എടുത്തുകൊണ്ട് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കളമൊരുക്കിയിരിക്കുന്നത്. ലഷ്കർ-ഇ തോയ്ബ ഭീകരനായ സൈഫുള്ള കസൂരിയാണ് പാകിസ്ഥാനിൽ നിന്ന് ഈ ഭീകര ആക്രമണത്തെ നിയന്ത്രിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ ആശയങ്ങൾക്ക് വികലമായ വ്യാഖ്യാനങ്ങൾ നൽകി അതിനുമേൽ തങ്ങൾക്ക് മേൽക്കോയ്മകൾ ഉണ്ട് എന്ന മിഥ്യാബോധത്തോടെയാണ് തീവ്രവാദികൾ ഇതര മതസ്ഥരുടെ മൗലിക അവകാശങ്ങളെ ഇല്ലാതാക്കുന്നത്. 1921 മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളും ഇത്തരത്തിൽ വംശഹത്യകളുടെ മാനങ്ങളുള്ള ആക്രമണങ്ങൾ ആയിരുന്നുവെന്നും പഹൽഗാമിൽ ഇന്നലെ നടന്നതുപോലെ ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് അന്നും വാൾത്തലയ്ക്ക് മുന്നിൽ പകച്ചു നിന്നവരുടെ ജാതിയും മതവും ആരാഞ്ഞ് ഉറപ്പിച്ചിരുന്നു എന്നതാണ് ചരിത്ര സത്യം. എറണാകുളം പാലാരിവട്ടത്ത് നിന്ന് കുടുംബസമേതം പഹൽഗാം സന്ദർശിക്കുവാൻ പോയ രാമചന്ദ്രൻ അടക്കം കൊല്ലപ്പെട്ടവർ എല്ലാം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവർ ആണ് എന്ന വിവരം അങ്ങേയറ്റം നടുക്കം ഉളവാക്കുന്നത് തന്നെയാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശിനി മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങളിൽ അക്കാര്യം വസ്തുനിഷ്ഠമായി തന്നെ ഊന്നി പറഞ്ഞിരുന്നു. തീവ്രവാദ ചിന്തയുള്ളവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മതത്തിന്റെ കൃത്യമായ മേലാപ്പുണ്ടായിട്ടും അത് അംഗീകരിക്കാതെ അവരെ മതേതര പുണ്യവാളന്മാരായി പ്രതിഷ്ഠിക്കുന്നവർക്കും കൃത്യമായ പാഠം തന്നെയാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ നൽകുന്നത്. പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം തന്നെയാണ് ഇപ്പോൾ പഹൽഗാമിൽ നടമാടിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യക്ക് ശക്തമായ പിന്തുണ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വിദേശ പര്യടനം ക്യാൻസൽ ചെയ്ത് അടിയന്തരമായി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി സുരക്ഷാ ക്യാബിനറ്റ് കൂടി അടുത്ത നീക്കങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാനത്തിന് പോറൽ ഏൽപ്പിക്കുകയും ഈ മഹാരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയും നിരപരാധികളുടെ ചോര ചിന്തുകയും ചെയ്ത ഭീകരർക്ക് മറുപടിയായി കനത്ത തിരിച്ചടി തന്നെയാണ് രാജ്യം വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ പതുങ്ങിയിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം തീവ്രവാദ ശക്തികളെ ഉന്മൂലനം ചെയ്യേണ്ടതിന് രാജ്യം ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതാണ്. അക്കാര്യം നാം ഓരോരുത്തരും മറന്നു പോകാതിരിക്കേണ്ടതാണ്.